ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബെറ്റർ ഓപ്പണിങ്ങും ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ബെറ്റർ ആയിരുന്നു, ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്ന് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.52 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ മൈക്രോസോഫ്റ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ടെസ്ല, പാലന്റിയർ, ആമസോൺ, AMD എല്ലാ ടെക് സ്റ്റോക്കുകളും ഇന്നലെ ബെറ്റർ ആണ്. അതേസമയം US-ഉം ചൈനയും തമ്മിലുള്ള താരിഫ് ടോക്ക് ഇന്ന് 2ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ലണ്ടനിലാണ് ഡിസ്കഷൻ. ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലും ഉണ്ട്. ക്രൂഡ് ഓയിൽ, ബ്രന്റ് ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ മുന്നേറിയിരിക്കുകയാണ്. $67.4 പെർ ബാരലിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. താരിഫ് ഡീല് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കമ്മോഡിറ്റികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് കമ്മോഡിറ്റി മാർക്കറ്റുകളിലുണ്ട്. ഗോൾഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $3,308 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കോപ്പർ, സിൽവർ ഈ രണ്ട് കമ്മോഡിറ്റികൾ വീണ്ടും മുന്നേറാണ്. മറ്റ് കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആണ്. $1,992.87 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് $3,503.79 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ADRകൾ, ബാങ്ക് ADRകൾ ഒഴികെ മറ്റെല്ലാ ADRകളും ഇന്നലെ അമേരിക്കയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഗ്ലോബൽ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർലിങ്ക് 2 മാസത്തിനുള്ള ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനീഷ്യൽ എമൗണ്ട് 33,000 രൂപയാണ്. അത് ഡിഷ്, ആൻറ്റിന, മറ്റ് എക്യുപ്മെൻറ്റുകൾ അടക്കമാണ്. മന്ത്ലി 3,000 രൂപ അൺലിമിറ്റഡ് പാക്കേജ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ല, മറിച്ച് ന്യൂസ് റിപ്പോർട്ടുകളാണ്. ലൈഫ് ഇൻഷുറൻസ് ന്യൂ ബിസിനസ് പ്രീമിയം വളരെ ഹൈ ആണ് മെയ് മാസത്തിൽ വന്നിരിക്കുന്നത്. HDFC ലൈഫാണ് 33% ഗ്രോത്ത് നേടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ SBI ലൈഫ് 25%, LIC 10.3%, ICICI പ്രൂഡൻഷ്യൽ 7%. പൊതുവെ ഈ ന്യൂസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ജിൻഡാൽസോ ഒരു സബ്സിഡിയറി UAE-യിലും 2 JVകൾ സൗദി അറേബ്യയിലും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ രംഗത്തേക്കുള്ള പൈപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള JVകളും അതുപോലെ തന്നെ സബ്സിഡിയറികളാണ്. ജിൻഡാൽസോനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടാറ്റ പവർ സോളാറിൻ്റെ പ്രൊഡക്ഷൻ, സോളാർ പാനലും അതുപോലെ തന്നെ സോളാർ സെല്ലൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ടാറ്റ പവറിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് AMC ബിസിനസ്സിലേക്ക് കടന്നിരുന്നു. അതിൻ്റെ അപ്പോയിൻമെൻറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വരാൻ പോകുന്ന ജിയോ ഫിനാൻഷ്യൽ സർവീസസിനാണ്. നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് പൊതുവെ എല്ലാ AMCകളിലും കണ്ടേക്കാം. കാരണം പുതിയ സ്കീമുകളൊക്കെ, മ്യൂച്വൽ ഫണ്ട് സ്കീമുകളൊക്കെ വരികയാണ്. 10 ലക്ഷത്തിൻ്റെ റിസ്ക് ബേസ്ഡ് സ്കീമുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സ്കീമുകൾ ലോഞ്ച് ചെയ്യുന്ന AMCകൾക്ക് വളരെ പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്. ഇതും ജിയോ ഫിനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. 2 വീലർ പ്രൊഡക്ഷൻ നമ്മൾ പ്രീ കോവിഡ് ലെവൽ പീക്കിലേക്ക് അല്ലെങ്കിൽ പീക്കിനെ ഓവർടേക്ക് ചെയ്യുന്നതാണ് പറയുന്നത് അടുത്ത ധനകാര്യ വർഷം. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ന്യൂസാണ്. EV 2 വീലേഴ്സും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുകയാണ്. ഒപ്പം എക്സ്പോർട്സും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. സ്വാൻ ഡിഫൻസിലെ 5% സ്റ്റേക്ക് പ്രൊമോട്ടേഴ്സ് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 95% അവർ ഹോൾഡ് ചെയ്യുന്നത്. 20% പബ്ലിക് ഷെയർ ഹോൾഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറയ്ക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യ ഗഡുവായിട്ട് 5% സ്റ്റേക്ക് സെയിൽ വന്നേക്കാം. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കുകളാണ്. റിലയൻസ് ഇൻഫ്ര ഇന്നലെയും സജസ്റ്റ് ചെയ്തിരുന്നു, നമ്മുടെ സൺഡേ പോഡ്കാസ്റ്റിലും പറഞ്ഞിരുന്നു. ഇന്നലെ അപ്പർ ഫ്രീസ് ആണ്. അതോടൊപ്പം തന്നെ റിലയൻസ് പവർ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വീണ്ടും
വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സ്റ്റോക്കുകളും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പൊതുവെ മാർക്കറ്റിലെ Q4 റിസൾട്ടിനുള്ള അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും റിയൽ എസ്റ്റേറ്റിൽ വളരെ ബുള്ളിഷാണ്. ശോഭ, DLF ഒക്കെയാണ് അവരുടെ ടോപ്പ് പിക്കുകളായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഗ്രാസിം വൺ ഓഫ് ദ ടോപ്പ് പിക്സ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ പിഡിലൈറ്റ് സ്റ്റോക്കും വൺ ഓഫ് ദ ടോപ്പ് പിക്കുകൾ തന്നെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ. ഇനി നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നിഫ്റ്റിയുടെ 50-day മൂവിങ് ആവറേജ് 200-day മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഗോൾഡൻ ക്രോസ് ഓവർ എന്നാണ് ഇതിന് പറയുക. ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പൊതുവേ നല്ല അപ്വേർഡ് മൊമെൻ്റ് ആണ് ഉണ്ടാവാറുള്ളത്. ആ തരത്തിലുള്ളൊരു മൊമെൻറ്റം നമുക്ക് ഇന്ന് നിഫ്റ്റിയിലും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്ത രീതിയിൽ നിഫ്റ്റി 25,500 25,600 ലെവലിലേക്ക് ഈ ആഴ്ച മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. ഇനി ചൈനയും US തമ്മിലുള്ള താരിഫ് ഡീൽ വരികയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ഇന്ത്യയും US തമ്മിലുള്ള താരിഫ് ഡിസ്കഷനും നടക്കുന്നുണ്ട്. അതിൻ്റെ ഡിസിഷനും വന്നേക്കാം അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ധാരാളം നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്, പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അനൗൺസ്മെൻറ്റുകൾ വരുമ്പോഴുണ്ടാകുന്ന പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം ഓർഡർ ബാഗിങ് ന്യൂസ് ഫ്ലോസ് ഉള്ള ITD സിമെൻറ്റേഷൻ പോലുള്ള ഓഹരികൾ, പ്രോട്ടിയാൻ, ഈ ഗവർണൻസ്, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസും പോസിറ്റീവാണ്. താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസും പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ വീണ്ടും നിഫ്റ്റി മുന്നേറാനുള്ള സാധ്യതകളാണ്. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന പോലെ നിഫ്റ്റിയും സെൻസസും ദീപാവലിക്ക് മുമ്പ് പുതിയ റെക്കോർഡ് ഹൈ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം വ്യൂവിൽ വളരെ പോസിറ്റീവായിരിക്കും. അതേസമയം നല്ല പ്രോഫിറ്റുള്ള പൊസിഷനുകളിൽ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്നൊരു തീരുമാനം നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.